ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അയ്യോ സാർ, ഇവന് ടീസ് കൊടുക്കരുത്. ഇവൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല സാർ. ഇവനല്ല ലീലാമ്മയ്ക്ക് എടുത്തു കൊടുത്തത്, ലീലാമ്മ ഇവനാണ് എടുത്തു കൊടുത്തത്. അതൊന്നും അല്ലടോ, ഞാൻ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാ. സാർ റിട്ടയർ ആകാൻ പോവാ. പറഞ്ഞു കൊടുക്ക് ടീച്ചറെ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നിങ്ങൾ എല്ലാവരും വരണം. വരൂ മോളെ. അങ്ങനെ ഒരു 4 നൂറ്റാണ്ടത്തെ പ്രണയം പൂവണിഞ്ഞു. ഈ ഗെറ്റ് ടുഗദർ മാമാങ്കം നമുക്ക് അടിച്ച് പൊളിക്കണം. അല്ല രാജ്യത്തെ ഓക്കേ. എന്തുപറ്റിട്ടാ നിനക്ക്? ഏയ് എനിക്കറിയാം, കടുത്ത പ്രണയത്തിന്റെ അടുത്ത കാൻഡിഡേറ്റാ. എന്റെ ഇഷ്ടം, നീ അവളുടെ വിഷയം ഒന്ന് വിട്. നീങ്ങോട്ട് വന്നേ. കോളയുണ്ടോ? കുലിക്ക് കോള വേണോ കുലിക്കാത്ത കോള വേണോ? കുലിക്ക് കോളയോ? അതെന്ത് കോളയോ? കൺഗ്രാറ്റ്സ്. താങ്ക്സ്. ഹലോ വിജയ്. അജിത്ത് എന്തിയടാ? ദേ പ്രിൻസിപ്പലിന്റെ കൂടെ തന്നെ ഉണ്ട്. ഇവൻ ഇവിടെ വന്നു. ഇവർ ഒഴിയാ ബാധയായല്ലോ. ഈ പൊണ്ടാരം എന്നെ തൊലച്ചേ അടങ്ങും. ഇവന് ഞാൻ എന്താ ചെയ്യേ? ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്, സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ പരസ്പരം പിരിയാൻ കഴിയില്ല. അതിന്റെ തെളിവാണ് പ്രായം ഇത്രയൊക്കെ ആയിട്ടും ഞങ്ങൾ ഒന്നിച്ചത്. ഇനി ഈ കൂട്ടത്തിൽ പ്രേമിക്കുന്ന ഹൃദയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അവരൊന്നായി തീരണം. ഒരു പ്രിൻസിപ്പലിന്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന തോന്നൽ ആർക്കും വേണ്ട. ഇന്നിവിടെ എന്റെ കുട്ടികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുകയാണ്. എൻജോയ് വിത്ത് സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്. നീ വരുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. എനിക്ക് സന്തോഷമായി മോളെ. ഇവിടെ ശരിക്കും നമ്മുടെ അമ്മയെ പോലെ ഉണ്ടല്ലേ ചേച്ചി? അമ്മയ്ക്ക് സുഖല്ലേ? കുഞ്ഞുണ്ടായ കാര്യം അമ്മ അറിഞ്ഞോ? ഞാൻ എപ്പോഴും ഓർക്കും അമ്മയെ കുറിച്ച്. അവരുടെയൊക്കെ മനസ്സില് ഞാൻ മരിച്ചുപോയല്ലേ. അത്ര വലിയ തെറ്റല്ലേ ഞാൻ ചെയ്തത്? ഗീതു എപ്പോ വന്നു? കുറച്ചു നേരമായി. ഇരിക്ക്. ഗീതു ഇവിടെ വന്നതറിഞ്ഞാൽ അജിത്ത് എന്റെ ചേച്ചിയും കുഞ്ഞിനെയും കാണാൻ വന്നാൽ എന്താ തെറ്റ്? തെറ്റും ശരിയും കണ്ടെത്തി അത് സോൾവ് ചെയ്യാൻ ഇവിടെ ആരാ ഉള്ളത്? ഗീതു പോയിക്കോളൂ. വെറുതെ വഴക്ക് കേൾക്കണ്ട. അജിത്തിന് ഈ ലോകത്തെ ഏറ്റവും വെറുപ്പ് എന്നോടാ. അതൊക്കെ മാറും. കുഞ്ഞിനെയും കൊണ്ട് ചേച്ചി വീട്ടിലേക്ക് വരണം. മോളുടെ മുഖം കാണുമ്പോ എല്ലാ വെറുപ്പും മാറും. വരാനൊരുങ്ങുമ്പോ ചേച്ചിയെ തടയരുത്, പറഞ്ഞയക്കണം. ഗീതു ആണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ട്. ഹലോ, ചിഞ്ചുവാ? ഹലോ, നിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ സംസാരിക്കാനാ. ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഇന്നെല്ലാം എനിക്ക് നിന്നോട് തുറന്നു പറയണം. ചിഞ്ചു, അത് ദേ, ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, കണ്ടേ പറ്റൂ. ചിഞ്ചു, നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. കുട്ടിക്കാലത്ത് വീട്ടുകാര് പലതും പറഞ്ഞുറപ്പിക്കും. അതൊക്കെ അന്നത്തെ ഒരു തമാശയായിട്ടേ കാണാവൂ. തെറ്റായ രീതിയിൽ നിന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. ഫീൽ ചെയ്യരുത് പ്ലീസ്. എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ കഴിയില്ല, അങ്ങനെ കാണാൻ കഴിയില്ല. എന്റെ എക്സ്പ്രഷൻ ഇത്രയും മതിയോ? നീ എന്താ വിചാരിച്ചേ? എനിക്ക് നിന്നോട് ലവ് ആണെന്നോ? ഇതാ ഈ ആണുങ്ങളുടെ കുഴപ്പം. ഒരു പെൺകുട്ടി കുറച്ച് ഫ്രീ ആയിട്ട് ഇടപെട്ടാ മതി, അപ്പൊ തെറ്റിദ്ധരിക്കും. ആ പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല. ഞാനും ഒരാളായിട്ട് ഇഷ്ടത്തിലാ. കക്ഷി ഇവിടെ കമ്പ്യൂട്ടർ എഞ്ചിനീയറാ. സംഭവം തുടങ്ങിയിട്ട് വർഷം 2 ആയി. സത്യത്തെ ഇവിടുത്തെ കോളേജിൽ പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചു തന്നെ പുള്ളിക്കാരനോട് ഉള്ളതുകൊണ്ടാ. നീ ആളുകൊള്ളാലോ. പിന്നെ നിന്നെ പോലെയാണെന്ന് കരുതിയോ? വിജയ്, നീ ഡാഡിയോട് പറഞ്ഞ് സംഗതി ഓക്കെ ആക്കി ഒരു ഒളിച്ചോട്ട് ഒഴിവാക്കി തരണം, കേട്ടോ? ഓക്കെ, അക്കാര്യം സോൾഡ്. ഇനി ഞാനും ചോദിക്കട്ടെ, എന്നെ പോലൊരു പെണ്ണ്, അതും സ്വന്തം മുറപ്പെണ്ണിനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ മറ്റെന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ. എന്താ കാരണം?
വേറെ വല്ല പുലിവാലും നിന്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ വീട്ടിൽ പറഞ്ഞ് ഓക്കെ ആക്കി തരാം. എന്റെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. യെസ്, ഐ വോണ്ട് യുവർ ഹെൽപ്പ്. ഗീതുവിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങൾ ഫോണിലൂടെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ തമ്മിലോ? ആ, അല്ല, അത് പിന്നെ വിജയ് ഉണ്ടോന്ന് ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ ചെയ്യുമ്പം കുട്ടിയാണ് ഫോൺ എടുക്കാറ്. അതുപോലെ അജിത്ത് ഉണ്ടോന്ന് ഇങ്ങോട്ട് ഫോൺ ചെയ്യുമ്പം ഞാനാണ് ഫോൺ എടുക്കാറ്. അങ്ങനെ ഞങ്ങൾ തമ്മിലും ഫോണിലൂടെ സംസാരിക്കാറുണ്ടല്ലേ. അമ്മേ കേറുവാ, ഇവിടെ അവന്റെ ലോകം. ആരാ അവരൊക്കെ? അതാണ് ഗീതു, വിജയ് മോന്റെ അയ്യോ, എനിക്കൊന്ന് കാണാൻ കൂടെ പറ്റിയില്ല. നന്നായി. കുട്ടപ്പേട്ട കാപ്പി എടുക്ക. ഞങ്ങള് ചോറ്റാനിക്കരെ പോയിട്ട് വരുന്ന വഴിയാ. ഇതുവഴി പോയപ്പോ അമ്മയ്ക്ക് ഒരേ നിർബന്ധം നിന്റെ വീടൊന്ന് കാണണമെന്ന്. അതൊന്നും അല്ല മോനെ, വീട്ടിൽ നിന്നേ പ്ലാൻ ചെയ്താ ആ, വന്നത്. ഇതാണ് അമ്മയുടെ ഒരു കാര്യം. അല്പം വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതല്ലേ. പിന്നെ ചെറിയൊരു വിശേഷം കൂടി ഉണ്ട്. ആ പറയമ്മേ. ഒന്നുമില്ല മോനെ, ഗീതുവിനൊരു ആലോചന വന്നിട്ടുണ്ട്. തരക്കേടില്ലാത്ത ബന്ധമാ. ഞങ്ങൾ അതങ്ങ് ഉറപ്പിക്കാന്ന് വിചാരിച്ചു. എന്റെ ഈശ്വര, നാടൻ വിമാനവും മോഡേൺ വിമാനവും തമ്മിൽ കൂട്ടുമുട്ടുവോ? ചിഞ്ചു, അവിടെ നിങ്ങൾക്ക് എന്താ അവളെ കാണുമ്പോ ഇത്ര ഇളക്കം? ഹലോ, മസിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. Keep it up. അതെ, കുട്ടിയോട് നിന്നെ ഇംഗ്ലീഷ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്നൊന്നും കുട്ടി കരുതണ്ട. കീപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. പിന്നെ കുട്ടി വിചാരിക്കുന്ന പോലെ ഇയാൾക്ക് അത്ര വലിയ മസിലൊന്നും ഇല്ല. ദിവസവും ഞാൻ കാണുന്നല്ലേ. Keep it up. പിന്നെ അവൾ എന്നെ പറഞ്ഞത് കേട്ടില്ലേ? ദേ, എന്റെ ജാതകത്തിൽ ഒരു കൊല നടത്തുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളല്ല എന്ന് എനിക്കിപ്പോ ബോധ്യായി. ആ, ഹായ് വിജയ്. ആഹാ, ഒത്തിരി പേരുണ്ടല്ലോ. ആരാ ഇവരൊക്കെ? ഇത് എന്റെ ഫ്രണ്ട് അജിത്ത്. ഹലോ. ഹലോ, അത് അജിത്തിന്റെ അമ്മ. ആഹാ, ഇത് അജിത്തിന്റെ സിസ്റ്റർ. പേര് പറഞ്ഞ് പരിചയപ്പെടുത്തു. മറന്നുപോയി കാണും. ഗീതു. കുട്ടി ഏതാന്ന് പറഞ്ഞില്ലല്ലോ. ഇൻട്രോഡ്യൂസ് മൈസെൽഫ്, ഐ എം ചിഞ്ചു. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ എന്റെ മുറിച്ചെറുക്കന വിജയ്. കക്ഷി കാണുമ്പോലെ അല്ലട്ടോ, ഇത്തിരി പഞ്ചാര കുഞ്ചുവാ. ഒന്ന് കൺട്രോൾ ചെയ്യാൻ വന്നതാ ഞാൻ. ഈ കുതിരയുടെ കട ഞാൻ ഡാഡി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. വിജയ് ഒന്നി വന്നേ. അല്ല, ഇവര് എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ വരാം. ആ കുട്ടിയെ വെറുക്കാനാണോ നീ എന്റെ സഹായം ചോദിച്ചത്? എന്ത് നല്ല കുട്ടി, നിനക്ക് നല്ല മാച്ചാ. ഈ ഒരു ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ആ ശാപം ഏറ്റുവാങ്ങാൻ എനിക്ക് വയ്യ. ചിഞ്ചു പ്ലീസ്, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ തമ്മിൽ അകന്നേ പറ്റൂ. ഹലോ, എന്റെ വീട്ടിലെ നമ്പർ വേണ്ട, ഫോൺ എടുക്കില്ലെന്നറിയാം. അതുകൊണ്ടാ ബൂത്തിൽ നിന്ന് വിളിക്കുന്നത്. എന്താ വിശേഷം? ഞാൻ കുറച്ച് തിരക്കില്ല. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യണായിരിക്കും അല്ലേ? വിജയന് എന്നെ ഇഷ്ടം എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വിജയുടെ ആൽബത്തില് എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്താ എന്താ ഒന്നും മിണ്ടാത്ത? എനിക്കൊന്ന് നേരിട്ട് സംസാരിക്കണം. സംസാരിച്ചേ പറ്റൂ. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ പാർക്കിൽ കാത്തു നിൽക്കും. വന്നിട്ട് ഞാൻ വീട്ടിൽ പോവും. ഓർത്തോ? വിജയ്ക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ നടന്ന എന്റെ മനസ്സിൽ കുറെ മോഹങ്ങൾ വളർത്തിയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറാന്ന് കരുതണ്ട. എനിക്കറിയണം എന്താ എന്നിന്ന് പിന്മാറുന്നതെന്ന്. വിജയ് ആരും ഭയക്കുന്നു. സ്വന്തം വീട്ടുകാരെയാണോ അതോ എന്റെ ഏട്ടനെയോ? ഇനി സഹിക്കാൻ എനിക്ക് വയ്യ. ഒന്ന് ഞാൻ തീരുമാനിച്ചു, എല്ലാ ഏട്ടനോട് തുറന്നു പറയാൻ. ഏട്ടാ,
കോഫി സൂപ്പർ. ഇത് കോഫിയല്ല, ചായയാ. ചായ ആയിരുന്ന ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടാ? ഞാൻ ഏട്ടന്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷൂസ് ഒക്കെ പോളിഷ് ചെയ്തു. ആണാ? പിന്നെ നിനക്ക് എന്താ പറ്റിയത്? ചോദിക്കാതെ ചായ കൊണ്ടുവരണു, ഡ്രസ് അയൺ ചെയ്യണു, ഷൂ പോളിഷ് ചെയ്യണു. നീ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടിരുന്ന ഏട്ടന് ഇനിയും കുളിക്കണ്ടേ? എന്തെന്റെ ഉദ്ദേശം? അത് പിന്നെ ഏട്ടാ, എനിക്ക് പറഞ്ഞോടി. ഒരു കാര്യം പറയാൻ. പറയടി. അത് ആരാ? എന്ത് വേണം? അമ്മയൊന്ന് കാണാൻ. എന്റെ അമ്മയെ നിങ്ങൾ എന്തിനു കാണണം? അത് അമ്മ പറയട്ടെ. കൊള്ളാം, നല്ല ബുദ്ധി. കൈക്കുഞ്ഞിനെ കാണിച്ച് അമ്മയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ ആ തെണ്ടി പറഞ്ഞു തന്നായിരിക്കും. നിന്റെ ശവം ഈ പഠിക്ക കൊണ്ടുവന്നാ പോലും ഞങ്ങളൊന്നും മനസ്സിലായില്ല. ഇറങ്ങി പോടി. മിണ്ടരുത്. അതോടി. ഒരു ചേച്ചി, നിന്നെ കുറിച്ച് അവൾക്ക് അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടി പോയിരുന്നോ? എന്താ എന്താ ഇവിടെ ഒരു ബഹളം? എന്നോട് ക്ഷമിച്ചൂടെ? ഇല്ല, എനിക്ക് പോരെ ഒരു പെങ്ങളുള്ളൂ, ഇവള്. ഞങ്ങൾക്കുണ്ടായ മാനക്കേട് മാറ്റാൻ നാലാട്ട് മുമ്പിൽ വെച്ച് ഇവളുടെ കല്യാണം അന്തസ്സായി നടത്തണം. വഴി വെളിച്ച പെണ്ണുങ്ങൾ ഈ വീട്ടിൽ കയറി ഞാൻ നടക്കില്ല. എന്താ എല്ലാം മറന്നോ അമ്മ? ഈ വീട്ടുമുറ്റത്ത് കിടന്ന് നെഞ്ചു പൊട്ടി മരിച്ച അച്ഛനും മറന്നോ? നാട്ടുകാർ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പിത് മറന്നോ? ഇത്ര പെട്ടെന്ന് എല്ലാം മറക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞെങ്കിൽ ഇവളെവിടെ കയറി താമസിപ്പിച്ചോ? പക്ഷെ ആ നിമിഷം ഞാൻ അവിടെ നിറങ്ങും. ആ നിമിഷം ഇറങ്ങി പോടി. നിനക്കെന്തോ പറയാനെന്ന് പറഞ്ഞല്ലോ. ചോദിച്ചിട്ടില്ലടി? ഒന്നുമില്ല. കരയാതെ. എനിക്കറിയായിരുന്നു ഇങ്ങനൊക്കെ നടക്കുമെന്ന്. സാരല്ല, നിനക്ക് ഞാനല്ലേ. വാ കേറ്. എന്തൊക്കെയായാലും അവള് നിന്റെ പെങ്ങളല്ലേ. എല്ലാ തെറ്റുകളും മനസ്സിലാക്കി തിരിച്ചു വന്നപ്പം ക്ഷമിക്കായിരുന്നു നിനക്ക്. വേണ്ട, ഉപദേശം വേണ്ട. കണ്ട തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഒരു കൈക്കുഞ്ഞായിട്ട് തിരിച്ചു വരുമ്പോ എല്ലാം മറന്ന് സ്വീകരിക്കുന്നവരുണ്ടാവും. പക്ഷെ അജിത്തിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ, മരണം വരെ. ഞാനിങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഈ ഫ്രണ്ട്ഷിപ്പ് വേണ്ടായിരുന്നു എന്ന് തോന്നണ്ടോ നിനക്ക്? ഏയ് അജിത്ത്, നിനക്കറിയോ, ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കുട്ടി കരഞ്ഞു ഒരുപാട്. അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഗീതുവിന്റെ കല്യാണം. അത് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അന്തസ്സായി നടത്തണം. അതവള് കാണണം. അതെന്റെ മോഹ തീരുമാനം. നീ എല്ലാത്തിനും എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഇനി ഗീതും കൂടി എന്നെ ചതിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എന്തായി പറയണേ? ഞാനായിട്ട് കുടുംബത്തിന് വരുത്തിവെച്ച ദുരന്തം നീ ആവർത്തിക്കാൻ പോവാ? അവർക്കെല്ലാം പൂർണ്ണ തൃപ്തിയുള്ള ഒരു കല്യാണമായിരിക്കണം നിന്റേത്. സ്വന്തം കാര്യം വന്നപ്പോ സ്നേഹിച്ച ആളെ കുറിച്ചല്ലേ ഓർത്തുള്ളൂ? വീടിനെ കുറിച്ച് ഓർത്തോ? ഞങ്ങളെ കുറിച്ച് ഓർത്തോ? കല്യാണത്തിന് വന്ന നാട്ടുകാരോട് എന്ത് പറയുന്നു ഓർത്തോ? അതുപോലെ തന്നെ എനിക്കിന്ന്. എന്താ മറുപടി പറയാത്ത? കല്യാണത്തിന്റെ അന്ന് ഒളിച്ചോടാനുള്ള മനക്കെട്ടി ചേച്ചിയെ പോലെ എനിക്കില്ലാത്തതുകൊണ്ട് പറയാൻ വന്നതാ. ഒരാളോടെങ്കിലും ഞാൻ സ്നേഹിച്ച ആൾക്ക് എന്നെ കൊണ്ടുപോകാനുള്ള തന്റെ ഉണ്ടോന്ന് ആദ്യം അറിയട്ടെ. ഉണ്ടെങ്കിൽ ഞാൻ പോവും, ഇല്ലെങ്കിൽ വീട്ടുകാരെന്റെ കല്യാണം ഉറപ്പിക്കാൻ പോവാ. എനിക്കിതൊന്നും ആരോടും പറയാൻ കഴിയുന്നില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? വീട്ടുകാര് പറയുന്നത് അനുസരിക്കണം. ഗീതുവിന്റെ കല്യാണത്തെക്കുറിച്ച് അജിത്തിന് ഒരുപാട് മോഹങ്ങളുണ്ട്. അതിനൊരു തടസ്സം ഉണ്ടാവരുത്.
പൊയ്ക്കോളൂ. അങ്ങനെ ഇറങ്ങി പോകാനല്ല ഞാൻ വന്നത്. എനിക്കറിയണം, എന്റെ പുറകെ നടന്ന് സ്നേഹം പിടിച്ചു പറ്റിയിട്ട് ഇപ്പൊ വെറുക്കാൻ കാരണം എന്താണെന്ന് എനിക്കറിയണം. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ എന്നെ സങ്കടപ്പെടുത്തില്ല എന്ന് വാക്ക് തന്ന വിജയന് എന്നെ സ്വീകരിക്കാൻ പറ്റുമോ? ചോദിച്ചത് കേട്ടില്ലേ? എന്നെ സ്വീകരിക്കാൻ പറ്റുന്നു? ഇല്ല ഇല്ല. എന്താ കാരണം? പറ, എന്താ കാരണം?